ഹലോ, ഇന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നമ്മുടെ കുഞ്ഞിൻ്റെ സ്കൂൾ 21st ഇവിടെ ഓപ്പൺ. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് കുറച്ചധികം സ്കൂൾ തിങ്സൊക്കെ വാങ്ങിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി നമ്മൾ പോകുന്നത് ഡിമാർട്ടിലോട്ടാണ് കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാറ് ഡിമാർട്ടിലോട്ട് തന്നെയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാ സാധനവും ഒരു കുടക്കീഴിൽ എന്ന പോലെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണെങ്കിലും അത്യാവശ്യം നല്ല വില കുറവിൽ തന്നെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിമാർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് റോട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയും ഒട്ടും കുറവുണ്ടാവില്ല. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് രാവിലെ ഒരു 11 മണിക്കാണ്. അതുകൊണ്ട് വലിയ കാര്യമായ തിരക്ക് ഈ മോളിൽ കാണുന്നില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ ഡിമാർട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഡിമാർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ ഡിമാർട്ടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഡിമാർട്ടിലോട്ട് കയറി. ആദ്യം തന്നെ കുഞ്ഞിനൊരു ട്രോളി എടുത്തിട്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ പോയത് ഷൂ സെക്ഷനിലോട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുഞ്ഞിനൊരു ഷൂ നോക്കി. പിന്നെ നിറയെ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. സ്കൂൾ ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മാത്രമായിട്ട് ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടായിരുന്നേ. ബോക്സ്, ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ്, ഇതുപോലെ പെൻസിൽ ബോക്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഡിമാർട്ടിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളത് പറയുന്നതുകൊണ്ട് തന്നെ അതൊരു റെസ്ട്രിക്ഷൻ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിതൊക്കെ ആരും കാണാതെ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിലാണ് കുപ്പി ഗ്ലാസ് കണ്ടത് കേട്ടോ. അപ്പോൾ വീട്ടിലെ കുപ്പി ഗ്ലാസ്സൊക്കെ പൊട്ടിയ കാരണം കൊണ്ട് ഞാൻ നല്ലത് എന്തെങ്കിലും ഉണ്ടോ നോക്കി. പക്ഷേ എനിക്കിഷ്ടമുള്ള മോഡലൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കൂടുന്നതിനനുസരിച്ച് അത്യാവശ്യം നല്ല രീതിക്ക് ക്രൗഡൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ബാഗിൻ്റെ സെക്ഷനിലോട്ട്, കുടയുടെ സെക്ഷനിലോട്ടൊക്കെ പോയി അതൊക്കെ ഇങ്ങനെ നിവർത്തി നോക്കി. കാരണം കുടയൊന്നും ഒരാവശ്യമില്ലെങ്കിലും വെറുതെ ഇങ്ങനെ എടുത്ത് നോക്കുക. കാരണം കുഞ്ഞിന് റെയിൻ കോട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ കുടയൊന്നും വാങ്ങിക്കണില്ലായിരുന്നു. പിന്നെ കാണുമ്പോൾ അതിങ്ങനെ തുറന്ന് നോക്കാനുള്ള ത്വര ഉണ്ടാവുമല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ മേലോട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ടോ. അവിടെ കുറച്ച് ക്ലോത്തൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് പിന്നെ പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി. പിന്നെ നല്ല രീതിക്ക് തിരക്ക് വന്നപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ബില്ല് ചെയ്തിട്ട് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞിന് വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വാഷ്റൂമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10 മണിക്ക് ഡിമാർട്ടിൽ കയറി നമ്മൾ ഡിമാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമ്പോൾ സമയം 3:30 കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ നേരെ പുറത്തോട്ട് പോവുകയാണ്. അതായത് നമുക്ക് സാധനങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവയ്ക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ കുഞ്ഞനാണ് കേട്ടോ ട്രോളിയൊക്കെ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി. പിന്നെ ട്രോളിയിലുള്ള ഈ സാഹസം കണ്ടപ്പോൾ ഏട്ടൻ ഒന്നേ നോക്കിയുള്ളൂ. ആ നോട്ടം നിങ്ങളിപ്പോൾ കാണൂ കേട്ടോ. ആ നോട്ടം നോക്കിയതും നമ്മുടെ കുഞ്ഞിന് ട്രോളി വേണ്ട, ഒന്നും വേണ്ട പറഞ്ഞിട്ട് ദേഹം പോകുന്നു. അങ്ങനെ ഏട്ടൻ തന്നെ അതൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് ആ ട്രോളി അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഞാനും വണ്ടി കയറി കേട്ടോ. അങ്ങനെ നമ്മുടെ കുഞ്ഞിന് വാങ്ങിയിട്ടുള്ള ഐറ്റംസ് ഈ ഒരു ഷൂ ആണ് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ലഞ്ച് ബോക്സിൽ കറിയൊക്കെ കൊണ്ടുപോകാൻ നല്ലൊരു പാത്രം വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രം, ഇത് കുഞ്ഞനും ഏട്ടനും കൂടെ വാങ്ങിയതാണ്, ആർക്ക് വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ ഒരു കുഞ്ഞ് ലഞ്ച് ബോക്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ലഞ്ച് ബോക്സാണ്. നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു കുപ്പിയാട്ടോ. അപ്പോൾ ഇതിനേക്കാൾ വലിയൊരു കുപ്പി ഇങ്ങനെ മെഷർമെൻറ്റിലുള്ളത് എൻ്റെ കയ്യിലുണ്ട്. അപ്പം മുതൽ തുടങ്ങിയതാണ്, അവൾക്കും വേണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഒരു കുപ്പി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഇതുപോലെ പെൻസിലും അതുപോലെ ഇറേസറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കണ്ടെയ്നറും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫുഡ് കൊണ്ടുപോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വാങ്ങിച്ചതുപോലൊരു ഫെവിക്കോളിൻ്റെ ഒരു ഗമ്മ് വാങ്ങിച്ചു. പിന്നെ ഈ ഒരു പൗച്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പൗച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ സ്കൂൾ തുറന്നുള്ളത് പ്രൊജക്റ്റ് വർക്കും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഇല്ലാതെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിയത് ക്യാമലിൻ്റെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നൊസ്റ്റു അടിച്ച്. അതൊരു സ്റ്റോറിയാണ് കേട്ടോ. അത് ഞാൻ കുഞ്ഞിനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്നു. അപ്പോൾ 90s ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് ഫ്രീ പീരീഡൊക്കെ കിട്ടുമല്ലോ. ആ സമയത്ത് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ച് കളിക്കായിരുന്നു കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വീടായിട്ടാണ് കേട്ടോ സങ്കല്പിച്ചിരുന്നത്.
അപ്പോൾ ഈ വീട്ടിൽ അച്ഛൻ എന്ന് പറയുന്നത് കോമ്പസും അമ്മ ഡിവൈഡറും ഇറേസറും ഷാർപ്പനറും കുട്ടികളും ബാക്കിയുള്ളവർ അച്ഛച്ചനോ അമ്മായിയോ ആരായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വീട് തുറന്നു കഴിഞ്ഞാൽ അച്ഛനെ ഇതുപോലെ എണീപ്പിച്ച് ഇങ്ങനെ നടത്തും കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്യിപ്പിക്കും. അതുപോലെ അമ്മ ഇങ്ങനെ നീറ്റ് വരുന്നത് ഇതാണ് കേട്ടോ അടുക്കള. പണ്ട് ഈ ഭാഗം നമ്മൾ ആയിട്ടാണ് ഉപയോഗിക്കുക. പണ്ട് ഉള്ള ബോക്സിലൊക്കെ ഈ ഒരു കോമ്പസിൻ്റെയൊക്കെ താഴെ ആയിരുന്നല്ലോ പ്രൊട്ടക്ടറും സ്കെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പണ്ട് അവിടെ ക്ലീൻ ആയതുകൊണ്ട് ആ ഭാഗം നമ്മൾ അടുക്കളയാക്കി വെക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ നിന്ന് അങ്ങോട്ട് ഇതുപോലെ ഒരു സ്കെയിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് നമുക്ക് പാലായിട്ട് സങ്കല്പിക്കാം, അതായത് ഈ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലോട്ട് പോകണമല്ലോ. അപ്പോൾ ഇതാ ഇങ്ങനെ നടന്നു പോകുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുഞ്ഞനും മേട്ടനും കാണിച്ചു കൊടുത്തപ്പോൾ അവരുണ്ട് കുഞ്ഞു കുട്ടികൾ നോക്കിയിരിക്കുന്ന പോലെ നോക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആരെങ്കിലും കളിച്ചിട്ടുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒരുപാട് കളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഇതുപോലൊരു ലഞ്ച് ബാഗാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലഞ്ച് ബാഗും മേടിച്ചു. പിന്നെ നമ്മളൊരു സ്കൂൾ ബാഗാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കുഞ്ഞിന് ഒരുപാട് നോട്ട്സും അതുപോലെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ഒരുപാട് കമ്പാർട്ട്മെൻ്റ് ഉള്ള ക്വാളിറ്റി ആയിട്ടുള്ളൊരു ബാഗ് തന്നെ വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബാഗ് വാങ്ങിച്ചു. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാഗായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കമ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബാഗായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലഞ്ച് ബോക്സ് കൊണ്ടുപോകുമ്പോൾ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ടവൽ വേണമായിരുന്നു. അപ്പോൾ ഈ ഒരു 2 ടവലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള കുഞ്ഞിൻ്റെ സ്കൂൾ തിങ്സൊക്കെ കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ കുഞ്ഞിൻ്റെ സ്കൂൾ ഷോപ്പിംഗ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഷോപ്പിംഗ് കഴിഞ്ഞോ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.